ഈ ഒരു മെസ്സേജ് ഒന്ന് കേട്ട് നോക്കി. ഇന്നലെ വന്നൊരു മെസ്സേജാണ്. ഡോക്ടറെ, എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ഏകദേശം ഒരു 35 വയസ്സ് ഉണ്ട്. ആള് നല്ല ഹെവി ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നേ. ഈയിടെ ആള് യൂറിൻ പാസ് ചെയ്ത സമയത്ത് നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഡോക്ടറെ? ഈ ഒരു മെസ്സേജ് ശരിക്കും നിങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ആരോഗ്യം നന്നാക്കാനായിട്ട് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് എടുക്കും. വർക്കൗട്ട് എടുക്കുമ്പോൾ പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പല തെറ്റിദ്ധാരണകളും മാറ്റാനായിട്ട് പറ്റും. പല ആളുകളും അമിതമായിട്ട് വ്യായാമം ജിമ്മിൽ പോയി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബോഡി നന്നാക്കണമെന്ന് പറഞ്ഞ് വളരെ കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാം. നമ്മളിങ്ങനെ നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽ ശരിക്കും ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നുണ്ട്, കീറുന്നുണ്ട്, മുറിയുന്നുണ്ട്. അങ്ങനെ മുറിയുന്ന സമയത്ത് ഒത്തിരി നമുക്ക് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ കുറേ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകും. ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ വ്യക്തിക്ക് സംഭവിച്ചതുപോലെ മൂത്രം ചുമന്ന കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ വരാൻ സാധ്യതയുണ്ട്. ഇതിന് നമ്മൾ റാബിഡോമയോലൈസിസ് എന്ന് പറയും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കിഡ്നി തകരാറിലോട്ട് പോവുകയാണ്. ഇമ്മീഡിയറ്റ്ലി കണ്ടുപിടിക്കുകയും നല്ലോണം വെള്ളം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചില മരുന്നുകളും കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. മരണം വരെ സംഭവിക്കാവുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് റാബിഡോമയോലൈസിസ്. പൊട്ടാസ്യം ഒക്കെ വളരെ കൂടിപ്പോൾ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഒഴിവാക്കാം? നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ആൾ പറയുകയാണ് വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞ് വ്യായാമം ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും വ്യായാമം ചെയ്യും. കഠിനമായി ജിമ്മിൽ പോയി ഒത്തിരി ദിവസം ചെയ്യും. അങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത്. ശരിക്കും ആഴ്ചയിൽ 3 ദിവസം, മാക്സിമം 4 ദിവസം മാത്രമേ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം, റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 5M മെത്തേഡിലും നമ്മൾ പറയുന്നുണ്ട്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനായിട്ട് പറ്റും. പ്രമേഹം പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കാമെന്ന് ഞാൻ 5M മെത്തേഡിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്താൽ നമ്മുടെ ശരീരത്തിന് അവിടെ റെസ്റ്റ് കിട്ടുന്നില്ല. ശരിക്കും നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ വെയിറ്റ് എടുത്ത് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽ ബ്രേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ മസിലിൻ്റെ ഫൈബർ പൊട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തും പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്തും നമ്മുടെ ആ ഫൈബർ നോർമൽ ആവുകയാണ്, ഹീലാവുകയാണ്. അങ്ങനെയാണ് നമുക്ക് മസിൽ വരുന്നതും അതുപോലെ മസിൽ ഉണ്ടാവുന്നതും. ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ പല ആളുകളും ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ ദിവസം നമ്മൾ ജിമ്മിൽ പോയിട്ട് കഠിനമായിട്ടുള്ള വ്യായാമം തുടങ്ങും. അത് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നോക്കും. ഒരു കാരണവശാലും ആ ഒരു തെറ്റ് ചെയ്യരുത്. എല്ലാ ദിവസവും ആവശ്യമില്ല. നമുക്ക് ആഴ്ചയിൽ 3 ദിവസം മാത്രം മതിയാവും. അപ്പോൾ ഇടവിട്ട് ഗ്യാപ്പ് എടുത്ത് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ തെറ്റ്, നമ്മൾ വെള്ളം കുടിക്കാതെ വ്യായാമം ചെയ്യുക. പല ആളുകളും ദാഹം വരുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ. അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ മൂത്രം ഒരു ഇളം മഞ്ഞ നിറത്തിൽ പോകുന്ന രീതിയിൽ വേണം വെള്ളം കുടിക്കാൻ. കടുത്ത മഞ്ഞയിലോട്ട് പോയാൽ അതിനർത്ഥം നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ പറയുന്നത്, ജിമ്മിൽ പോകുന്നതിന് മുമ്പും നമ്മൾ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കണം. ജിമ്മിൽ നമ്മൾ എത്ര നേരം വർക്കൗട്ട് ചെയ്യുന്നു, എല്ലാ 15 മിനിറ്റ് കൂടുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് മിനിമം. ഓക്കെ. പിന്നെ ജിമ്മ് കഴിഞ്ഞതിന് ശേഷവും ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ശരിക്കും നോർമൽ ആയിരിക്കും. കാരണം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മൾ ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം നല്ലോണം വിയർത്ത് നമ്മുടെ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ സ്ട്രെച്ചിങ് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വാമപ്പ് ഒന്നും ചെയ്യാതെ കഠിനമായ വർക്കൗട്ടിലോട്ട് പോകുന്നു. ഇതും വളരെ വലിയ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ പല പ്രോബ്ലം ഉണ്ടാവും. ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാം. അതുപോലെ പ്രത്യേകിച്ചും ഷോൾഡറിലെ മസിൽസും അതുപോലെ എൽബോയിലൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം ഒരു പ്രശ്നമായി മാറും. അപ്പോൾ എപ്പോഴും ജിമ്മിൽ പോകുന്ന സമയത്ത് വാമപ്പ് ചെയ്തിട്ടേ ചെയ്യാവൂ. അതും കുറേ നാൾ നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ വ്യായാമം ചെയ്യുവാണെങ്കിലും നമ്മൾ പതുക്കെ വേണം ഇതുപോലുള്ള സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ആദ്യത്തെ ദിവസം ഒരു 10 മിനിറ്റ് ചെയ്യുക, പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഇടുക, പിന്നെ ഒരു 15 മിനിറ്റ് ആക്കുക. പതുക്കെ കൂട്ടി ഒരു മാസം അല്ലെങ്കിൽ 2 മാസം എടുക്കുമ്പോൾ മതി നിങ്ങളൊരു 30 മിനിറ്റോ 40 മിനിറ്റോ വ്യായാമം ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യത്തെ ദിവസമേ 2-3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട്. അതും തെറ്റാണ്. ഇനി അടുത്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതൽ റെപ്സ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് 10 പ്രാവശ്യം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വെയിറ്റ്. അതാണ് ഏറ്റവും കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് പകരം 10 എടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ മസിൽ കുറച്ചുകൂടെ കൂട്ടാനായിട്ട് 12, 14, 16, 18, 20 വരെയൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ മസിലിനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അത് മസിലിന് നല്ലതല്ല. നമ്മൾക്ക് ഏറ്റവും നല്ലത് ഒരു 8-നും 12 ഇടയ്ക്ക്, 8 to 12 റെപ്സ് ആണ് ഏറ്റവും നല്ലത്. എക്സസൈസിനനുസരിച്ച് ചെറിയ മാറ്റമുണ്ട്. 12 റെപ്സ് ആണ് മാക്സിമം. ഒരു 10 കഴിയുമ്പോൾ 2 എണ്ണം കൂടെ എക്സ്ട്രാ എടുത്തങ്ങ് നിർത്തുക. അടുത്ത് നമ്മൾ വെയിറ്റ് കൂട്ടുന്നതെന്ന് കരുതിക്കോ. കരുതിയാലും നമ്മൾ 10 വരെ പറ്റുമെങ്കിൽ 10 വരെ മതി. അമിതമായി സ്ട്രെയിൻ്റെ ആവശ്യമില്ല. ഈ രീതിയിൽ വേണം എപ്പോഴും ജിമ്മിൽ ട്രെയിൻ ചെയ്യാൻ. ഇത് സ്ത്രീകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും വിചാരിക്കുന്നത് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, അവർക്ക് മസിലിൻ്റെ ആവശ്യമില്ല, പുരുഷന്മാർക്ക് മാത്രം മസിൽ മതി. കാരണം ഋതിക് റോഷനും അതുപോലെ സൽമാൻ ഖാനും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ. അതല്ല. ശരിക്കും മസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടോൺ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ഈ കയ്യിലെ മസിലൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ നടന്ന് ഒരു ഫാറ്റ് മാത്രമേ കാണുള്ളൂ. തൊടയുടെ മസിലും കാലിൻ്റെ മസിലും ഒക്കെ ഫാറ്റ് മാത്രമാണെങ്കിൽ പ്രമേഹവും ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ ഫാറ്റി ലിവറും പൊണ്ണത്തടിയും ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ
എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു പ്രശ്നമാണ് പ്രോട്ടീൻ ഡ്രിങ്ക്. ഈ പ്രോട്ടീൻ ഡ്രിങ്ക് വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണ്, നിങ്ങൾക്ക് പ്രോട്ടീൻ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത്ര എത്താൻ ഇച്ചിരി പ്രയാസമായിരിക്കും. കാരണം 1 gram per kilogram ആണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ട പ്രോട്ടീൻ. 1 gram per kilogram. അപ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 70 gram പ്രോട്ടീൻ വേണം. അത് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ കുറേ പയർ പുഴുങ്ങിയത് കഴിക്കണം, കുറേ പാലും അതുപോലെ ചീസും ഒക്കെ കഴിക്കണം. അത് കാരണം എന്ത് പറ്റും, കാലറി വളരെ ഹൈ ആയിട്ട് പോകും, കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമുക്ക് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കണം എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും കിട്ടുന്ന മിക്ക ബ്രാൻഡുകളിലും ലെഡ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ലെഡ് കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു, പ്രോട്ടീൻ പൗഡർ ആവശ്യമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവും. സത്യമാണ്. അത് എന്തുകൊണ്ടാണ്? ഈ പല ബ്രാൻഡുകളിലും ലെഡ് കണ്ടന്റ് ഉണ്ട്. അത് പല കൃത്യവുമായിട്ട് പല സാധനങ്ങളും ആഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ പൗഡർ ഇറക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ കഴിക്കാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ 10 മുട്ടയുടെ വെള്ള, 12 മുട്ടയുടെ വെള്ളയൊക്കെ നമുക്ക് കഴിക്കാം. അത് വെച്ച് നമുക്ക് കുറേ പ്രോട്ടീൻ കിട്ടും. ഒരു മുട്ടയുടെ വെള്ളയിൽ ഒരു 5 gram ഒരു പ്രോട്ടീനാണ് നമുക്കുള്ളത്. ചിക്കൻ കഴിക്കാൻ പറ്റുവാണെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല പ്രോട്ടീൻ ഉണ്ട്. 30 മുതൽ 40 gram പ്രോട്ടീനൊക്കെയാണ് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ ഒരു പീസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻ എത്തിക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം നമ്മൾ ബാക്കിയുള്ള ആഹാരങ്ങളൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോട്ടീൻ ഏതൊക്കെ ആഹാരങ്ങളുണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 5M മെത്തേഡിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയാറുണ്ട് ഏതൊക്കെ ആഹാരങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം, റെസ്റ്റ് കൊടുക്കണം, 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങണം, നല്ലവണ്ണം വെള്ളം കുടിക്കണം. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പ്രത്യേകിച്ചും ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ഒത്തിരി നേരം വ്യായാമം ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. അത് കാരണവും ആ വ്യക്തിക്ക് ഉണ്ടായതുപോലെ കിഡ്നിക്ക് ഇഞ്ചുറി ഉണ്ടാവും. കാരണം മൂത്രം ിലൂടെ മയോഗ്ലോബിൻ എന്നുള്ള സാധനം, നമ്മുടെ ഈ മസിൽ ഫൈബർ പൊട്ടിയിട്ടുണ്ട്, മയോഗ്ലോബിൻ എന്നുള്ള സാധനം പോവുകയും അത് അമിതമാവുന്ന സമയത്ത് കിഡ്നിക്ക് അമിതമായ ലോഡ് വരികയും കിഡ്നി ഫെയിലിയറിലോട്ട് പോവുകയും ചെയ്യും. അപ്പം ജിമ്മിൽ പോകുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പതുക്കെ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. പതുക്കെ പ്രോഗ്രസ് ചെയ്ത് ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ഒപ്റ്റിമൽ ലെവലിലോട്ട് എത്തിക്കുക. ഒറ്റയടിക്ക് ചെയ്യരുത്. മാക്സിമം 1 മണിക്കൂർ, അല്ലെ അരമണിക്കൂറാണ് ഏറ്റവും നല്ലത്. 1 മണിക്കൂർ കൂടുതൽ ജിമ്മിൽ നിൽക്കേണ്ട ആവശ്യമില്ല. വെള്ളം ജിമ്മിൽ പോകുന്നതിന് മുമ്പും കുടിക്കണം, ജിമ്മിൽ ഉള്ളപ്പോഴും കുടിക്കണം, അതുപോലെ തന്നെ ജിമ്മിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കുടിക്കണം. പ്രോട്ടീൻ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മിനിമം 1 gram per kilogram ആണ്. നല്ലോണം വെയിറ്റ് എടുക്കുന്ന വ്യക്തിക്ക് 1.2 to 1.4 gram per kilogram വരെയൊക്കെ വേണം. അതിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. ഇനി നമ്മൾ മൂത്രത്തിൻ്റെ കളർ എപ്പോഴും നോക്കിയിരിക്കണം. അത് എപ്പോഴും ഇളം മഞ്ഞയായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞത് റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കം 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉണ്ടാവണം. അതുപോലെ എല്ലാ ദിവസവും റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ അത് ശരീരത്തിന് ദോഷമാണ്. നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം നല്ലോണം വർക്കൗട്ട് ചെയ്തതിനു ശേഷം 2 ദിവസം റെസ്റ്റ് എടുക്കുക, പിന്നെ അതിനുശേഷം വീണ്ടും 2 ദിവസം ചെയ്യുക. ആ രീതിയിലും നമുക്ക് വ്യായാമം ചെയ്യാവുന്നതാണ്. അപ്പം പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആവശ്യമില്ലാതെ പ്രോട്ടീൻ പൗഡർ പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അഥവാ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ലെഡ് കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ. ഇനി നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കുക. അതായത് നിങ്ങളുടെ ഒരു വെയിറ്റ് നോക്കുക, അതിനെ ഒരു 1 on 1 പ്ലേ ചെയ്യുക. അപ്പോൾ അത്രയുമാണ് നിങ്ങൾ പ്രോട്ടീൻ വേണ്ടത്. അത് നിങ്ങൾ ആഹാരത്തിലൂടെ ഒപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് മതിയാവും. പറ്റുന്നില്ല, ഒരു മാർഗവും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പ്രോട്ടീൻ പൗഡർ എടുത്തുകൊണ്ട് വലിയ മസിലൊന്നും കൂടണമെന്നില്ല. പല ആളുകളും വിചാരിക്കും കൂടുതൽ എക്സസൈസ് ചെയ്താൽ, കൂടുതൽ പ്രോട്ടീൻ ഡ്രിങ്ക് കഴിച്ചാൽ, അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ മസിൽ ഉണ്ടാവുന്നത്. അങ്ങനെയല്ല. മസിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ശരീരം ഉണ്ടാവുന്നത് പ്രോപ്പർ റെസ്റ്റ് എടുക്കുമ്പോഴും കൂടെയാണ്. റെസ്റ്റ് എടുക്കണം, വെള്ളം വേണം, അതുപോലെ കുറച്ച് സമയം ഇടവിട്ട് വേണം ചെയ്യാൻ. അതുപോലെ പ്രോഗ്രസീവ് ഓവർലോഡാണ് ചെയ്യേണ്ടത് എപ്പോഴും. അതായത് കുറച്ച് വെയിറ്റ് എടുത്തതിന് ശേഷം അടുത്ത ദിവസം കുറച്ചുകൂടെ കൂട്ടണം, അടുത്ത ആഴ്ച കുറച്ചുകൂടെ കൂടണം. അല്ലാതെ ഒരേ വെയിറ്റ് തന്നെ എടുത്തുകൊണ്ടിരുന്നാലും നമുക്ക് മസിൽ ഹൈപ്പർട്രോഫിയിലോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പല ടെക്നിക്സ് ഞാൻ 5M മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ, ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ദിവസം ഇത് കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകാൻ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ ജിമ്മിൽ പോകുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും ഷുഗർ കുറഞ്ഞു, കൊളസ്ട്രോൾ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്തത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്.